നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹബീബായിരിക്കുന്ന പ്രവാചകർ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഭൂമിലോകത്ത് ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിനിക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ നാളെ അവന്റെ സ്വർഗ്ഗത്തിൽ അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പൊന്നാര പ്രവാചകൻ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അത്രമാത്രം മഹത്തുള്ള ശ്രേഷ്ഠമുള്ള ഒരു വലിയ ഒരു സംഭവമാണ്, ഒരു വലിയ കാര്യമാണ് അള്ളാഹുവിന്റെ പള്ളി നിർമ്മിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമുക്ക് സുന്ദരമായ നമസ്കാര പള്ളി നമ്മുടെ മുമ്പിലുണ്ട്. ഈ പള്ളിയെ പരിപാലിക്കേണ്ടത് ഈ നിസ്കാര പള്ളിയുമായി ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ ബാധ്യതയാണ്, കടമയാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളാണ് അതിനോട് സഹകരിക്കുന്ന ആളുകൾക്ക് നൽകുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാ, നിങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ആമുഖമായി തന്നെ ഞാൻ ഈ പറയട്ടെ, നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മറ്റു കൂട്ടുകുടുംബങ്ങൾ, അവിടെയൊക്കെ പാരത്രിക ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ മേൽ ഒരു സംഭാവന കൊടുത്തുകൊണ്ടൊക്കെ സഹകരിച്ചാൽ അൽഹംദുലില്ലാഹ് ഖബറാളികൾക്ക് അത് വലിയ പുണ്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച്, ഒന്ന് സദഖത്തുൻ ജാരിയ, ഒന്ന് ജാരിയായ ധർമ്മമാണ്, മറ്റൊന്ന് ഉപകാരമുള്ള ഇൽമാണ്, മറ്റൊന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ഇതല്ലാതെ ഒന്നും അവന്റെ ഖബറിനകത്തേക്ക് എത്തുകയില്ലെന്ന് പഠിപ്പിച്ച പൊന്നാര പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ജാരിയായ ധർമ്മം അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പള്ളിക്ക് കൊടുക്കുക, മദ്രസക്ക് കൊടുക്കുക, ഇതുപോലെ നല്ലതായിരിക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്യുന്ന ധർമ്മമൊക്കെ എന്താണ്? ജാരിയായ ധർമ്മമാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പള്ളി. ഒരിക്കൽ ഹബീബായിരിക്കുന്ന പ്രവാചകൻ തങ്ങള് പരിശുദ്ധമായിരിക്കുന്ന പള്ളി പരിപാലനയെ കുറിച്ചുകൊണ്ട് പറയുകയാണ്. തന്റെ സഹാബികളോട് പറയുന്നു, പ്രിയപ്പെട്ട സഹാബികളെ, നിങ്ങൾ ഉദ്യാനത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെയാക്കരുത്, മേഞ്ഞു തിന്നുകൊണ്ടിരിക്കുക. സഹാബികളെ, ഉദ്യാനം എന്ന് പറഞ്ഞാൽ സ്വർഗമാണല്ലോ സഹോദരന്മാരെ. അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വെറുതെയാക്കരുത്, മേഞ്ഞു തിന്നുകൊണ്ടിരിക്കുക. നിബിതങ്ങൾ തന്റെ സഹാബികളോട് പറഞ്ഞപ്പോൾ സഹാബാ കിറാമുകൾക്ക് ഈ ഭൂമി ലോകത്തുള്ള ഉദ്യാനം ഏതാണെന്ന് മനസ്സിലായില്ല. ആ സംശയം തീർക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, ഏതാണ് ഭൂമി ലോകത്തുള്ള ഉദ്യാനം? ഏതാണ് ഭൂമിയിലുള്ള സ്വർഗം? ഞങ്ങൾ എന്താണ് മേഞ്ഞു തിന്നേണ്ടത്? ഹബീബായിരിക്കുന്ന പ്രവാചകൻ തങ്ങൾ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പള്ളികളാണ്. ഈ ഭൂമി ലോകത്തെ ഉദ്യാനം, ഈ ഭൂമിയുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പള്ളികളാണ്. അവിടെ നിങ്ങൾ മേഞ്ഞു തിന്നേണ്ടത്, നിങ്ങൾ അവിടെ ഭക്ഷിക്കേണ്ടത് അല്ലാഹുവിന്റെ സ്തുതി കീർത്തനങ്ങളാണ്. അല്ലാഹുവിന്റെ